കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും ജനുവരി 24-ന് പണിമുടക്ക് സമരം നടത്തുകയാണ്. നിരന്തരമായി ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ട ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നില്ലെന്ന് മാത്രമല്ല, ക്രൂരമായ അവഗണന ഈ മേഖലയോട് കാണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഗത്യന്തരമില്ലാതെ അവസാനത്തെ വഴി എന്ന നിലക്ക് സമരരംഗത്തേക്ക് അധ്യാപകരും ജീവനക്കാരും ചെന്നെത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് സർവീസ് മേഖല അനുഭവിക്കുന്ന വളരെ വലിയ പ്രയാസങ്ങളുണ്ട്. 7 തവണത്തെ DA ഗഡുക്കളാണ് ബാക്കിയായിട്ടുള്ളത്. കേരളത്തിൽ ഒരു കാലത്തും ഇത്തരം അവസ്ഥ ഉണ്ടായിട്ടില്ല. DA കുടിശ്ശിക ഇത്രമാത്രം വന്ന ഒരു കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിയമനം ലഭ്യമായ അധ്യാപകർക്ക് അംഗീകാരം ലഭിക്കാതെ വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്ന അധ്യാപകരുണ്ട്. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം DA കുടിശ്ശിക ബാക്കി നിൽക്കുന്നത് കൊണ്ട് കാലങ്ങളായി മുടങ്ങിക്കിടക്കുക. നടന്ന പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നൽകാനുള്ള കുടിശ്ശികകൾ ലഭ്യമാകാതെ ആയിരക്കണക്കിന് മുൻ ജീവനക്കാരാണ് മരണപ്പെട്ടു പോയത്. അവശ്യ സാധനങ്ങളുടെ വില വർധനവ് സമൂഹത്തിലെ മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ ജീവനക്കാരെയും അധ്യാപകന്മാരെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഡിഗ്രിയും തുടർ പഠനത്തിന് അവസരവും ലഭ്യമാകുന്ന ലോകത്തിലെ തന്നെ ഏക സ്ഥലം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമായി മാറിയിട്ടുണ്ട്. പിൻവാതിൽ നിയമനം ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ന്യായമായ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സർക്കാരിനോട് നിരവധി തവണ നിവേദനങ്ങളും പരാതികളും മെമ്മോറാണ്ടങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒക്കെ ബധിര കർണപുടങ്ങളിലാണ് ചെന്നെത്തിയത്. കേരള ഹൈക്കോടതിയിൽ DA കുടിശ്ശികയ്ക്ക് വേണ്ടി ജീവനക്കാർ കേസ് പോയപ്പോൾ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് DA നൽകൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ല എന്നാണ്. ഇത്രത്തോളം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണകൂടം കേരളം ഭരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്ബുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളീയ സമൂഹത്തിന് അപമാനമാണ്. ഏതായിരുന്നാലും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് അവസാന പ്രതീക്ഷ എന്ന നിലക്ക് ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന ഈ പ്രതിഷേധ പണിമുടക്ക് കേരളത്തിലെ മുഴുവൻ ജീവനക്കാർക്കും വേണ്ടിയാണ്. കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും വേണ്ടിയാണ്. പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടിയാണ്. അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും കൂട്ടായ്മയായ സെറ്റ്കോ എന്ന സംഘടന ഈ സമരത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു, നേതൃപരമായ പങ്കുവഹിക്കുന്നു. സെറ്റ്കോയുടെ എല്ലാ പോഷക ഘടകങ്ങളുടെയും പ്രതിനിധികൾ ഈ സമരത്തിൽ സജീവമായി പങ്കെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ സമരം ഒരു വലിയ വിജയമാകുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ പിന്തുണക്കുക, വിജയിപ്പിക്കുക. ഇടതുപക്ഷ സംഘടനകൾ കൂടി ഈ സമരത്തോട് യോജിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു വലിയ ന്യായമായ, ഏറ്റവും ന്യായമായ ഒരാവശ്യത്തെ മുൻനിർത്തി നടത്തുന്ന ഈ സമരത്തോടൊപ്പം നിൽക്കുകയും ഈ സമരത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ പിന്തുണയും നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.